എസ്തേർ 3-ാം അധ്യായം 1 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. ഇന്ത്യ മുതൽ എത്യോപ്യ വരെയുള്ള 127 പ്രവിശ്യകൾ ഭരിച്ചിരുന്ന അഹസ്വേരോസ് രാജാവ് തലസ്ഥാനമായ സൂസായിലെ സിംഹാസനത്തിൽ വാഴുമ്പോൾ തൻ്റെ 3-ാം ഭരണവർഷം തൻ്റെ സകല പ്രഭുക്കന്മാർക്കും സേവകന്മാർക്കും പേർഷ്യയിലെയും മേദ്യയിലെയും സേനാധിപന്മാർക്കും പ്രവിശ്യകളിലെ പ്രഭുക്കന്മാർക്കും നാടുവാഴികൾക്കും ഒരു വിരുന്ന് നൽകി. 180 ദിവസം അവൻ തൻ്റെ രാജകീയ മഹത്വത്തിൻ്റെ സമൃദ്ധിയും തൻ്റെ പ്രതാപശൈര്യങ്ങളുടെ ആഡംബരപൂർണതയും അവരുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചു. അത് കഴിഞ്ഞ് തലസ്ഥാനമായ സൂസായിലുണ്ടായിരുന്ന വലിയവരും ചെറിയവരുമായ സകലർക്കും കൊട്ടാരത്തിലെ ഉദ്യാനാങ്കണത്തിൽ വെച്ച് 7 ദിവസം നീണ്ടുനിന്ന വിരുന്ന് നൽകി. അവിടെ മാർബിൾ സ്തംഭങ്ങളിലുള്ള വെള്ളി വളയങ്ങളിൽ ചെമന്ന നേർത്ത ചണനൂലുകൾ കോർത്ത് പരുത്തി തുണി കൊണ്ടുള്ള വെളുപ്പും നീലയുമായ യവനികൾ തൂക്കിയിട്ടിരുന്നു. അമൃതശില, വെണ്ണക്കല്ല്, മുത്തുചിപ്പി, രത്നക്കല്ലുകൾ ഇവ പടുത്ത് വർണ്ണശബളമാക്കിയ തളത്തിൽ പൊന്നുകൊണ്ടും വെള്ളി കൊണ്ടും നിർമ്മിച്ച തൽപ്പങ്ങളും ഉണ്ടായിരുന്നു. വിവിധതരം പൊൻചഷങ്ങളിലാണ് പാനീയങ്ങൾ പകർന്നിരുന്നത്. രാജകീയ വീഞ്ഞും രാജാവിൻ്റെ ഔദാര്യമനുസരിച്ച് നിർലോഭം വിളമ്പി കുടിക്കുന്നത് നിയമാനുസൃതമായിരുന്നു. എന്നാൽ കുടിക്കാൻ ആരെയും നിർബന്ധിച്ചില്ല. ഓരോരുത്തരുടെയും ഇഷ്ടം നോക്കണമെന്ന് സേവകന്മാർക്ക് രാജാവ് കൽപ്പന കൊടുത്തിരുന്നു. അഹസ്വേരോസ് രാജാവിൻ്റെ കൊട്ടാരത്തിലെ സ്ത്രീകൾക്ക് വാശ്തി രാജ്ഞിയും ഒരു വിരുന്ന് നൽകി. 7-ാം ദിവസം രാജാവിൻ്റെ ഹൃദയം വീഞ്ഞു കുടിച്ച് സന്തുഷ്ടമായപ്പോൾ വാശ്തി രാജ്ഞിയുടെ സൗന്ദര്യം ജനങ്ങൾക്കും പ്രഭുക്കന്മാർക്കും കാണിച്ചു കൊടുക്കാൻ വേണ്ടി അവളെ രാജകീയ കിരീടം ധരിപ്പിച്ച് രാജസന്നദ്ധിയിൽ ആനയിക്കാൻ അഹസ്വേരോസ് രാജാവ് കൊട്ടാരത്തിലെ സേവകന്മാരായ മെഹൂമാൻ, ബിസ്ത, ഹർബോണ, ബിഗ്ദ, അബഗ്ദ, സേഥാർ, കാർക്കാസ് എന്നീ 7 ഷണ്ഡന്മാരോട് കൽപ്പിച്ചു. രാജ്ഞി കാഴ്ചയ്ക്ക് വളരെ അഴകുള്ളവളായിരുന്നു. ഷണ്ഡന്മാർ അറിയിച്ച രാജകൽപ്പന അനുസരിച്ച് വരുന്നതിന് വാശ്തി രാജ്ഞിയും വിസമ്മതിച്ചു. തന്മൂലം രാജാവ് കോപിച്ചു. കോപം ഉള്ളിൽ ആളിക്കത്തി. നിയമത്തിലും ന്യായത്തിലും പാണ്ഡിത്യമുള്ളവരോട് ആലോചന ചോദിക്കുക രാജാവിന് പതിവായിരുന്നു. തൻ്റെ മുഖഭാവം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന പേർഷ്യയിലെയും മേദ്യയിലെയും പ്രഭുക്കന്മാരായ കർഷേന, ഷെഥാർ, അദ്മാദ, താർഷിഷ്, മെരേസ്, മർസേന, മെമുഖാൻ എന്നീ ജ്ഞാനികളും പ്രഭുക്കന്മാരായ 7 പേരോട് രാജാവ് ആരാഞ്ഞു. നിയമമനുസരിച്ച് വാശ്തി രാജ്ഞിയോട് എന്താണ് ചെയ്യേണ്ടത്? അഹസ്വേരോസ് രാജാവ് ഷണ്ഡന്മാർ മുഖേന അറിയിച്ച കൽപ്പന അവൾ അനുസരിച്ചില്ല. അപ്പോൾ മൈമൂഖാൻ രാജാവിനോടും പ്രഭുക്കന്മാരോടുമായി പറഞ്ഞു. രാജാവിനോട് മാത്രമല്ല, പ്രഭുക്കന്മാരോടും അഹസ്വേരോസ് രാജാവിൻ്റെ എല്ലാ പ്രവിശ്യകളിലും നിന്നുള്ള സകല ജനങ്ങളുമാണ് വാശ്തി രാജ്ഞി തെറ്റ് ചെയ്തിരിക്കുന്നത്. രാജ്ഞിയുടെ ഈ പ്രവൃത്തി എല്ലാ സ്ത്രീകളും അറിയുകയും ഭർത്താക്കന്മാരെ അവർ അവജ്ഞയോടെ വീക്ഷിക്കുന്നതിന് ഇടയാക്കുകയും ചെയ്യും. അവർ പറയും, തൻ്റെ മുമ്പിൽ വരാൻ അഹസ്വേരോസ് രാജാവ് വാശ്തി രാജ്ഞിയോട് ആപിച്ചു. അവൾ ചെന്നില്ല. രാജ്ഞിയുടെ പെരുമാറ്റത്തെപ്പറ്റി കേട്ട പേർഷ്യയിലെയും മേദ്യയിലെയും വനിതകൾ അതിനെപ്പറ്റി ഇന്ന് തന്നെ രാജാവിൻ്റെ സകല പ്രഭുക്കന്മാരോടും പറയും. അങ്ങനെ എങ്ങും വലിയ അവജ്ഞയും അമർഷവും ഉണ്ടാകും. രാജാവിന് ഹിതമെങ്കിൽ വാശ്തി ഇനി ഒരിക്കലും അഹസ്വേരോസ് രാജാവിൻ്റെ മുമ്പിൽ വരുന്നതിന് ഒരു രാജശാസനം പുറപ്പെടുവിച്ച് അതിന് മാറ്റം വരാതിരിക്കത്തക്ക വിധം അത് പേർഷ്യക്കാരുടെയും മേദ്യക്കാരുടെയും നിയമങ്ങളിൽ എഴുതട്ടെ. രാജ്ഞിപദം അവളേക്കാൾ ശ്രേഷ്ഠമായ ഒരുവൾക്ക് രാജാവ് നൽകുകയും ചെയ്യട്ടെ. അപ്രകാരം രാജകൽപ്പന വിസ്തൃതമായ രാജ്യത്തെങ്ങും വിളംബരം ചെയ്യുമ്പോൾ സകല സ്ത്രീകളും വലിയവരും ചെറിയവരും തങ്ങളുടെ ഭർത്താക്കന്മാരെ ബഹുമാനിക്കും. ഈ ഉപദേശം രാജാവിനും പ്രഭുക്കന്മാർക്കും ഇഷ്ടപ്പെട്ടു. മൈമൂഖാൻ നിർദ്ദേശിച്ചതുപോലെ രാജാവ് ചെയ്തു. പുരുഷന്മാർ വീടുകളിൽ നാഥാന്മാരെ അയക്കണമെന്ന് രാജാവ് തൻ്റെ സകല പ്രവിശ്യകളിലേക്കും എഴുത്തുകാർ അയച്ചു. ഓരോ പ്രവിശ്യയ്ക്കും അതിൻ്റെ ലിപിയിലും ഓരോ ജനതയ്ക്കും അതിൻ്റെ ഭാഷയിലുമാണ് എഴുതിയത്. എസ്തേർ 4-ാം അധ്യായം 1 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. കോപം ശമിച്ചപ്പോൾ അഹസ്വേരോസ് രാജാവ് വാശ്തിയെയും അവളുടെ പ്രവൃത്തിയെയും അവൾക്കെതിരെ പുറപ്പെടുവിച്ച കൽപ്പനയും ഓർത്തു. രാജാവിനെ സേവിച്ചിരുന്ന ഭൃത്യന്മാർ പറഞ്ഞു,
സൗന്ദര്യമുള്ളവ യുവ കന്യകമാരെ രാജാവിന് വേണ്ടി അന്വേഷിക്കട്ടെ. രാജ്യത്തെ സകല പ്രാവിശ്യകളിലും രാജാവ് സേവകന്മാരെ നിയമിച്ചാലും അവർ സ്ത്രീകളുടെ ചുമതല വഹിക്കുന്നവനും രാജാവിൻ്റെ ഷണ്ഡനുമായ ഹെഗായിയുടെ നേതൃത്വത്തിൽ തലസ്ഥാനമായ സൂസായിലെ അന്തപുരത്തിൽ സൗന്ദര്യമുള്ള സകല യുവ കന്യകമാരെയും കൊണ്ടുവരട്ടെ. അവർക്ക് വേണ്ട ലേപന വസ്തുക്കളും കൊടുക്കട്ടെ. രാജാവിന് ഇഷ്ടപ്പെടുന്ന കന്യക വാഴ്ചയ്ക്ക് പകരം രാജ്ഞിയാവട്ടെ. ഇത് രാജാവിന് ഇഷ്ടപ്പെട്ടു. അവൻ അങ്ങനെ ചെയ്തു. തലസ്ഥാനമായ സൂസായിൽ മൊർദെഖായി എന്ന ഒരു യഹൂദനുണ്ടായിരുന്നു. അവൻ ബെഞ്ചമിൻ ഗോത്രജനായ കിഷിൻ്റെ മകൻ ഷിമ്മയുടെ മകനായ ജായിറിൻ്റെ മകനായിരുന്നു. ബാബിലോൺ രാജാവായ നബൂഖദ്നേസർ യൂദാ രാജാവായ യെഖോനിയായോടൊപ്പം ജെറുസലേമിൽ നിന്ന് തടവുകാരായി കൊണ്ടുപോയവരുടെ കൂട്ടത്തിൽ അവനും ഉൾപ്പെട്ടിരുന്നു. അവൻ തൻ്റെ പിതൃ സഹോദരൻ്റെ മകളായ ഹസാഹയെ എസ്തേറിന് വളർത്തിയിരുന്നു. അവൾക്ക് അപ്പനും അമ്മയുമില്ലായിരുന്നു. ആ യുവതി രൂപവതിയും സുമുഖിയുമായിരുന്നു. മാതാപിതാക്കൾ മരിച്ച അവളെ മൊർദെഖായി സ്വന്തം മകളായി സ്വീകരിച്ചു. രാജാവ് വിളംബരം ചെയ്ത കൽപ്പന അനുസരിച്ച് തലസ്ഥാനമായ സൂസായിൽ കൊണ്ടുവന്ന് സ്ത്രീകളുടെ ചുമതല വഹിക്കുന്ന ഹെഗായിയെ ഏൽപ്പിച്ച അനേകം കന്യകമാരുടെ കൂട്ടത്തിൽ എസ്തേറുമുണ്ടായിരുന്നു. അവളെ അവന് ഇഷ്ടപ്പെടുകയും അവൾ അവൻ്റെ പ്രീതി നേടുകയും ചെയ്തു. അവൻ അവൾക്ക് ആവശ്യമായ സുഗന്ധതൈലങ്ങളും ഭക്ഷണവും രാജകൊട്ടാരത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത 7 തോഴിമാരെയും കൊടുത്തു. അവൾക്കും തോഴിമാർക്കും അന്തപുരത്തിലെ ഏറ്റവും നല്ല സ്ഥലം നൽകി. തൻ്റെ വംശമോ കുലമോ എസ്തേർ ആർക്കും വെളിപ്പെടുത്തിയില്ല. അതാരോടും പറയരുതെന്ന് മൊർദെഖായി അവളോട് കൽപ്പിച്ചിരുന്നു. എസ്തേറിന് സുഖമാണോ എന്നറിയാൻ മൊർദെഖായി ദിവസവും അന്തപുരത്തിൻ്റെ മുൻവശത്തു കൂടെ നടക്കുമായിരുന്നു. യുവതികളുടെ സൗന്ദര്യവർദ്ധനത്തിന് 6 മാസം മീറ തൈലവും 6 മാസം സുഗന്ധദ്രവ്യങ്ങളും ലേപനങ്ങളും കൊണ്ടുള്ള പരിചരണ പരിപാടി നിശ്ചയിച്ചിരുന്നു. ഈ 12 മാസം കഴിഞ്ഞ് ഓരോ യുവതിയും തവണയനുസരിച്ച് അഹസ്വേരോസ് രാജാവിൻ്റെ അടുത്തേക്ക് ചെന്നു. ഓരോ യുവതിയും രാജസന്നിധിയിലേക്ക് പോകുമ്പോൾ താൻ ആഗ്രഹിക്കുന്നതെന്തും അന്തപുരത്ത് നിന്ന് രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാൻ അനുവദിച്ചിരുന്നു. സന്ധ്യയ്ക്ക് അവൾ പോയിട്ട് രാവിലെ ഉപനാരികളുടെ മേൽവിചാരകനും രാജാവിൻ്റെ ഷണ്ഡനുമായ ഷാഗസിൻ്റെ കീഴിലുള്ള അന്തപുരത്തിലേക്ക് മടങ്ങും. രാജാവിന് അവളിൽ പ്രീതി തോന്നുകയും അവളെ പേര് ചൊല്ലി വിളിക്കുകയും ചെയ്തില്ലെങ്കിൽ അവൾ വീണ്ടും രാജസന്നിധിയിൽ പോവുകയില്ല. മൊർദെഖായിയുടെ പിതൃവനായ അബിഹായിലിൻ്റെ മകളും അവൻ മകളായി ദത്തെടുത്തവളുമായ എസ്തേർ രാജസന്നിധിയിൽ ചെല്ലാനുള്ള തവണ വന്നപ്പോൾ രാജസ്ത്രീകളുടെ ചുമതലക്കാരനും രാജാവിൻ്റെ ഷണ്ഡനുമായ ഹെഗായി നിർദ്ദേശിച്ചവയല്ലാതെ മറ്റൊന്നും ആവശ്യപ്പെട്ടില്ല. കാണുന്നവരുടെ എല്ലാം പ്രീതി എസ്തേർ നേടിയിരുന്നു. രാജാവിൻ്റെ 7-ാം ഭരണവർഷം 10-ാം മാസം, അതായത് തെബാത്ത് മാസം, കൊട്ടാരത്തിൽ അഹസ്വേരോസ് രാജാവിൻ്റെ അടുത്തേക്ക് എസ്തേറിനെ കൊണ്ടുപോയി. രാജാവ് മറ്റെല്ലാ സ്ത്രീകളെയും കൂടുതൽ എസ്തേറിനെ സ്നേഹിച്ചു. അവൻ്റെ മുമ്പിൽ സകല കന്യകമാരെയും അധികം അവൾ പ്രീതിയും ആനുകൂല്യവും നേടി. തന്മൂലം അവൻ രാജകീയ കിരീടം അവളുടെ തലയിൽ വെച്ച് അവളെ വാഴ്ചയ്ക്ക് പകരം രാജ്ഞിയാക്കി. അനന്തരം രാജാവ് എസ്തേറിൻ്റെ പേരിൽ തൻ്റെ എല്ലാ പ്രഭുക്കന്മാർക്കും സേവകന്മാർക്കും ഒരു വലിയ വിരുന്ന് നൽകി. അവൻ പ്രവിശ്യകളുടെ നികുതികളിൽ ഇളവ് വരുത്തി. തൻ്റെ രാജകീയ ഔദാര്യത്തിനൊത്ത വിധം സമ്മാനങ്ങൾ കൊടുക്കുകയും ചെയ്തു. 2-ാം പ്രാവശ്യം കന്യകമാരെ വിളിച്ചുകൂട്ടിയപ്പോൾ മൊർദെഖായി കൊട്ടാരവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. എസ്തേർ ആകട്ടെ മൊർദെഖായി കൽപ്പിച്ചനുസരിച്ച് തൻ്റെ വംശമോ കുലമോ വെളിപ്പെടുത്തിയിരുന്നില്ല. മൊർദെഖായി തന്നെ വളർത്തിയിരുന്ന കാലത്തെ പോലെ തന്നെ ഇപ്പോഴും എസ്തേർ അവനെ അനുസരിച്ചിരുന്നു. ആ നാളുകളിൽ മൊർദെഖായി കൊട്ടാരവാതിൽക്കൽ ഇരിക്കുമ്പോൾ വാതിൽ കാവൽക്കാരും രാജാവിൻ്റെ ഷണ്ഡന്മാരുമായ ബിഗ്ധാനും തെരേഷും കോപം പൂണ്ട് അഹസ്വേരോസ് രാജാവിനെ വധിക്കാൻ ആലോചിച്ചു. ഇക്കാര്യം മൊർദെഖായി അറിയുകയും അവനത് എസ്തേർ രാജ്ഞിയോട് പറയുകയും ചെയ്തു. എസ്തേർ അത് മൊർദെഖായിക്ക് വേണ്ടി രാജാവിനെ അറിയിച്ചു. അന്വേഷിച്ചപ്പോൾ അത് ശരിയാണെന്ന് കണ്ടു. ആ 2 പേരും കഴിവിലേറ്റപ്പെട്ടു. രാജസന്നിധിയിൽ ഇത് ദിനവൃത്താന്ത പുസ്തകത്തിൽ രേഖപ്പെടുത്തുകയും